അലീനയ്ക്ക് വേണ്ടി പൗലോസിനെ പറഞ്ഞുവിട്ട് നമ്മുടെ സ്റ്റാൻലി. അങ്ങനെ അലീനയാണെങ്കിൽ നാളെ പൗലോസിനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണല്ലോ, നിങ്ങളീ ചെയ്യുന്നത് അഴിമതിയാണ്, എൻ്റെ പപ്പയെ പറ്റിക്കലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊന്നും ഇനി ഇവിടെ ആവശ്യമില്ല എന്ന് അലീന പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഈ സഞ്ചിയിലുള്ളത് പൗലോസ് ചേട്ടൻ തിരിച്ചെടുത്തില്ലെങ്കിൽ പൗലോസ് ചേട്ടന് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്നെക്കൊണ്ട് സാധിക്കില്ല കുഞ്ഞെ ഈ സഞ്ചിയിൽ നിന്ന് എടുക്കാനെന്ന് പറയുമ്പോൾ, എങ്കിൽ അത് എടുത്തിട്ട് ഇനി പൗലോസ് ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ പൊയ്ക്കോളാനായിട്ട് പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഒടുവിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ റൈഡൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പൗലോസ് വീണ്ടും സ്റ്റാലിയുടെ അടുത്തേക്ക് ചെന്ന് നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ് നമ്മുടെ സ്റ്റാലി. അലീനയോട് പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ധാരാളം പണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടാതെ തന്നെയാണെങ്കിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ വേണം. ഞാൻ ഡിന്നർ കഴിക്കുന്ന മേശയിൽ എനിക്കിഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉണ്ടായിരിക്കണം. അതൊക്കെ വേണമെങ്കിൽ ഇമാതിരി കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യേണ്ടി വരും. കൂടാതെ അയാൾക്ക് വർഷങ്ങളായി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുക്കാണ് പൗലോസ്. അയാൾക്കറിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് അയാളെ ഞാനിവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. കൂടാതെ പൗലോസിനെ പുറത്താക്കാനുള്ള തീരുമാനം നിനക്ക് ഇല്ല എന്നുകൂടെ പറയുന്ന സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, പപ്പ ഇവിടെ തിന്ന് ധൂർത്തടിച്ച് ധാരാളിച്ച് ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ച് വേസ്റ്റാക്കിയപ്പോൾ മറുവശത്ത് ഈ പാവം പെണ്ണ് ഒരനാഥാലയത്തിൽ ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പപ്പയുടെ ധൂർത്ത് നടത്തുമ്പോൾ മറുവശവും കൂടി ചിന്തിക്കണമായിരുന്നു എന്ന് അലീന പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ സ്റ്റാലിൻ്റെ കണ്ണ് തുറക്കുകയാണ് എന്ന് തിരിച്ചറിയുന്നു. താൻ ഒരാൾ കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ, മിച്ചം വരുന്നതെല്ലാം കാട്ടിക്കളയുകയാണ്. അതാണ് അലീന പറഞ്ഞു വന്നതെന്ന് സ്റ്റാലിൻ മനസ്സിലാക്കുന്നു. തുടർന്ന് നമ്മുടെ സ്റ്റാലിൻ്റെ കണ്ണ് തുറക്കുന്നത് കൊണ്ട് തന്നെ പൗലോസിനോട് പറയുന്നുണ്ട്, തൻ്റെ മകളെ അനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നൊരു കാഴ്ച. പൗലോസ് ഞെട്ടിപ്പോവാണ്. കേണൽ സാബ് അവളുടെ, അതായത് അദ്ദേഹത്തിൻ്റെ മകളുടെ വാക്ക് കേട്ട് തന്നെ പുറത്താക്കാൻ പോവുകയാണെന്നോ. എല്ലാവരും ഞെട്ടിപ്പോവാണ്ടോ, ഡ്രൈവറും നമ്മുടെ കാര്യസ്ഥനും ഒക്കെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ പൗലോസാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാലിയോട് പറയുന്നുണ്ട്, സാറേ ഞാൻ കുഞ്ഞു പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് നിന്നോളാം, എന്നെ പുറത്താക്കല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാലി ചോദിക്കുകയാണ്, ഇതൊന്നും അല്ലല്ലോടാ പൗലോസേ, നീ കുറച്ച് നേരത്തെ പറഞ്ഞത് എന്നെ പറഞ്ഞു വിടാണെങ്കിൽ വിട്ടോളൂ എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ സാറേ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ, നീ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. എൻ്റെ മകളിൽ നിന്നും, എൻ്റെ മകളെ എന്നിൽ നിന്നും അകറ്റാനല്ലടാ നീ ശ്രമിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം ഉത്തരം കിട്ടാതെ പൗലോസ് ഇങ്ങനെ നിൽക്കുമ്പോൾ പൗലോസിനോട് പറയുന്നുണ്ട്, ഇനി എൻ്റെ മകളനുസരിച്ച്, എൻ്റെ മകൾ പറയുന്നത് കേട്ട് എൻ്റെ മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാമെങ്കിൽ നിന്നാൽ മതി എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയം എൻ്റെ മോളോട് പോയി മാപ്പ് പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൗലോസിനെ അലീനയോട് മാപ്പ് പറയാനായിട്ട് സ്റ്റാൻലി വിടുകയാണ് എന്ന് കാണാൻ സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഒടുവിൽ പൗലോസ് അലീനയോട് മാപ്പ് പറയുമ്പോൾ
തൻ്റെ പപ്പയ്ക്ക് തന്നെ വളരെ ഇഷ്ടമാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുകയും സന്തോഷം കൊണ്ട് അലീന കരയുകയുമാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂട്ടുകാരെ, പ്രേക്ഷകരെ.